സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാർ ചോദ്യമുനയിൽ. പത്മകുമാർ SITക്ക് മുന്നിൽ ഹാജരായെന്നാണ് സൂചന. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. SIT തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. N വാസുവിനെ ഒരു ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. വാസുവിനെതിരെ കൊല്ലത്ത് BJP പ്രതിഷേധം നടക്കുകയാണ്. പ്രജിത് മോഹനൻ ഒപ്പം M മനോജും ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത്, ഒടുവിൽ പത്മകുമാർ ചോദ്യമുനയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്? കൃത്യമായി എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ എന്നുള്ള കാര്യം അത് ഇപ്പോഴും അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കാരണം ഒന്ന്, അന്വേഷണ സംഘത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ഈഞ്ചക്കിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലല്ല പത്മകുമാറിനെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ഇപ്പോൾ ഈ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ പത്മകുമാറിനോട് ഇന്ന് തിരുവനന്തപുരത്ത് ഹാജരാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിനനുസരിച്ചാണ് രാവിലെ പത്മകുമാർ ആറന്മുളയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പക്ഷേ നേരിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം മറ്റൊരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്മകുമാർ ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണപ്പാള കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് വൈകുന്നതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ ഒടുവിൽ പത്മകുമാർ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക്, ചോദ്യമുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. നേരത്തെ N വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോഴും അതിന് ഉടനെ തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് അല്ലെങ്കിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യുമെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അന്വേഷണ സംഘം അപ്പോൾ മറ്റൊരു വഴിയാണ് സ്വീകരിച്ചത്. ഒന്ന്, ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു. അവരുടെ മൊഴികൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ മൊഴികളിൽ ചില വിശദാംശങ്ങളും പുറത്തു വന്നു. പ്രത്യേകിച്ച് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ശബരിമലയിലും ഒക്കെ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്നു, അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായ മൊഴികളായി ലഭിച്ചിരുന്നു. അതോടുകൂടിയാണ് പത്മകുമാറിനെ നേരിട്ട് ചോദ്യം ചെയ്തൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അതിന് മുന്നോടിയായി ശബരിമലയിലെ സാമ്പിൾ ശേഖരണം അടക്കമുള്ളവയെ നടത്തിയിരുന്നു. ഇതിനൊക്കെ ഒടുവിലാണ് ദേവസ്വം ബോർഡ് അന്ന് ഈ സ്വർണ്ണപ്പാളി കവർച്ചകൾ നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായിട്ടുള്ള പത്മകുമാറിനെ SIT ചോദ്യം ചെയ്യുന്നത്. SITയുടെ ഈ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. കാരണം ഒന്ന്, പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാക്ഷി മൊഴികൾ അല്ലെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മിനിറ്റ്സ് രേഖകളടക്കം കൃത്യമായി അതിന്റെ തെളിവുകൾ പുറത്തു വന്നതാണ്. ഒന്ന്, പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ വേണ്ടി പ്രത്യേക ഇടപെടൽ നടത്തി എന്നുള്ളതിന്, അല്ലെങ്കിൽ പ്രത്യേകതരം താല്പര്യം കാണിച്ചു എന്നുള്ളതും അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാണ്. ഇനി ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭം ഏതെങ്കിലും പത്മകുമാർ നേടിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടത്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ഏറ്റവും നിർണായക വ്യക്തി എന്നതുകൂടി ഈ നടപടികളുടെ ഭാഗമായി ഒരു അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, അതിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ സംഭവിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത് ഇന്നത്തെ ദേവസ്വം ബോർഡാണ്. അതിനുവേണ്ടി ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായിരുന്ന പത്മകുമാർ പ്രത്യേക താല്പര്യമെടുത്തു, നടപടികളിൽ ഇടപെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പത്മകുമാർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ചിട്ടുള്ള മൊഴികൾ വന്നു. മിനിറ്റ്സ് ബുക്ക് അടക്കമുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനത്തിന് പിന്നിൽ പത്മകുമാറാണ് എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അനിവാര്യമായി വന്നിരിക്കുന്നു എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയാണ് പത്മകുമാറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യൽ ഒരു അറസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അത് CPM ഉണ്ടാക്കുന്ന വലിയ തിരിച്ചടി കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിലല്ല പത്മകുമാറിനെ കാണേണ്ടത്. പത്മകുമാർ എന്നുള്ളത് CPMന്റെ സമുന്നതനായ ഒരു നേതാവാണ്. സമുന്നതൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം നേരത്തെ MLA ആയിരുന്നു, പിന്നീട് ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്നു, ഇപ്പോൾ CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. അപ്പോൾ ഒരു രാഷ്ട്ര സംഘടനാ രംഗത്ത് CPMന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി പത്മകുമാറിന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെങ്കിൽ അതും വലിയ തിരിച്ചടി CPMന് സൃഷ്ടിക്കും. ഏറ്റവും നിർണായകമായ കാര്യം എന്നുള്ളത്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണപ്പാളി കവർച്ചയിൽ 2 കേസുകൾ എടുക്കുമ്പോൾ അതിൽ രണ്ടാമത്തെ കട്ടളപ്പാളി കവർച്ച കേസിലെ 8ാമത്തെ പ്രതിയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളി കവർച്ചയ്ക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ കട്ടളപ്പാളി കവർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ദ്വാരപാലക ശില്പങ്ങളിലൂടെ കവർച്ചയിലും ഈ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ നിർണായകമാണ് പത്മകുമാറിന് ഇക്കാര്യത്തിൽ എന്തെല്ലാം മൊഴികൾ നൽകാനുണ്ടാകും
എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി കവർച്ചയിൽ തനിക്കൊരു പങ്കുമില്ല, എല്ലാം ഉദ്യോഗസ്ഥരാണ് ചെയ്തത് എന്ന നിലയാണ് പത്മകുമാർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് പിന്നീട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രം ഈ കവർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ കവർച്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നുള്ള സാഹചര്യം വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ മിനിറ്റ്സ് രേഖകളടക്കമുള്ള തെളിവുകളുടെ സാക്ഷ്യപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ പത്മകുമാറിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി പത്മകുമാർ പ്രത്യേക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കണ്ടെത്തൽ, അതിനെ തെളിയിക്കുന്ന സാക്ഷിമൊഴികൾ, ഇവയെല്ലാം പത്മകുമാറിന് കുരുക്കായി മാറുകയാണ്. എന്തായാലും ഇപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഈ ചോദ്യം ചെയ്യലിന് ശേഷം പത്മകുമാറിനെ വിട്ടയക്കുമോ അതോ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ദേവിക.